അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വർക്ക്. പണി ഏകദേശം ഫിനിഷായി. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ പറഞ്ഞു തരാം. ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ചടങ്ങ് പൈപ്പ് തുടക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുടച്ച് പെയിൻ്റ് അടിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ സുഹൃത്ത് കുഴിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ആ തൂണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4x4 സ്ക്വയർ പൈപ്പിലാണ് നമ്മൾ തൂണ് ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഞാനും എൻ്റെ സുഹൃത്ത് സ്നേഹജും മാത്രമാണ് പണിക്കുണ്ടായിരുന്നത്. അപ്പോൾ തൂണൊക്കെ റെഡിയാക്കി അത് ഫിറ്റ് ചെയ്തതിന് ശേഷം മുകളിലെ മെയിൻ ഫ്രെയിം നമ്മൾ ആദ്യം കയറ്റുകയാണ് ചെയ്തത്. അത്യാവശ്യം നല്ല വെയിൽ തന്നെയായിരുന്നു. ഇൻ്റർലോക്കിൻ്റെ ചൂടും വീടിൻ്റെ ചുമരിൻ്റെ ചൂട്, മതിൽ, പുറത്ത് റോഡിൻ്റെ ചൂട്, പിന്നെ എന്തിനധികം പറയും നമ്മുടെ പൈപ്പ് ചൂടായ ചൂടും പിന്നെ വെൽഡിങ്ങിൻ്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ചൂട് പോലെയല്ല. ടൗണിലെ ചൂട് എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എങ്കിലും സഹിച്ചല്ലേ പറ്റൂ. നമ്മളങ്ങനെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് അഴുക്കോല് വെച്ചു. അതൊക്കെ 3x1 16 kg അപ്പോളം പൈപ്പിലാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തത്. പട്ടികയും ഫിറ്റ് ചെയ്ത് പെയിൻറ്റ് ടച്ചാക്കിയതിന് ശേഷം നമ്മൾ ഷീറ്റ് ഇടുന്ന പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു. അത്രയും ചൂടായതുകൊണ്ട് പൈപ്പ് കൊണ്ട് വെള്ളം നനച്ച് തണുപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഷീറ്റ് എടുത്ത് പൊക്കിയത്. വെയിലിൻ്റെ ചൂട് കാരണം ഷീറ്റ് തൊടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് കണ്ടുപിടിച്ചൊരു ഉപായം ഇത് മാത്രമാണ്: വെള്ളം നനച്ച് തണുപ്പിക്കുക, എന്നിട്ട് എടുത്ത് പൊക്കുക. മതിൽ ഇങ്ങനെ ചെരിഞ്ഞുള്ള മതിലായതുകൊണ്ട് അതിന് കണക്കായിട്ട് ഈ പാത്തിയും ബോർഡറും എല്ലാം ഇതുപോലെ വളച്ചെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് പണി അത് അവിടെ അധികം പിടിച്ചു, ഇങ്ങനെ വളച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റിട്ട് കഴിഞ്ഞ പാട് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് മഴ വന്നിട്ടുണ്ട്. അപ്പോൾ വല്ല ലീക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എളുപ്പത്തിൽ കാണാമല്ലോ. അപ്പോൾ ഒന്നുമില്ല ലീക്ക്. പിന്നെ പതിപോലെ അടുത്ത പരിപാടി ആരംഭിച്ചു. കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും കുഴിയെടുത്തതിൽ പൈപ്പിൻ്റെ തൂണിൻ്റെ ചുവട്ടിൽ കോൺക്രീറ്റ് ഇട്ട് നിറക്കാനും അതായിരുന്നു അടുത്ത പരിപാടി. അപ്പോൾ ഇന്നലെ മഴയായത് കാരണം ലാസ്റ്റിൽ പെയിൻറ്റ് ടച്ചപ്പ് ഒന്നും നടന്നില്ല. ഈ ബാക്ക് ഒക്കെ കവർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പെയിൻറ്റൊക്കെ ഇന്ന് വന്നിട്ടാണ് ടച്ച് ചെയ്തത്. അപ്പോൾ എല്ലായിടത്തും വെൽഡിങ്ങിലൊക്കെ പെയിൻറ്റ് ടച്ചാക്കി അടിപൊളിയാക്കി. അപ്പോൾ വേറെ എവിടെയും ഒരു അടിയാളൊന്നും കാണില്ല. മൊത്തം എപ്പോക്സി പ്രൈമർ ടച്ചാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒരു ഇവർക്ക് ഇഷ്ടമുള്ളൊരു പെയിൻറ്റും കൂടി അടിച്ചാൽ അടിപൊളിയാവും. ഓക്കെ.